നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് വലിയ തോതിൽ സഹായകമായിരുന്ന ഒരു സ്ഥാപനം കൂടി ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സാധനങ്ങളുടെ വില ഉടൻ വർദ്ധിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചിരിക്കുകയാണ്. 13 സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് സപ്ലൈകോ വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും. ഇതിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ സാധനങ്ങൾ സബ്സിഡി പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് വിവരം. ഏറെ നാളായി സപ്ലൈകോ വിതരണക്കാരുടെ കുടിശ്ശിക തുക മുടങ്ങിക്കിടക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സർക്കാരിന്റെ തീരുമാനം. ക്രിസ്മസിനോടനുബന്ധിച്ച് സപ്ലൈകോ കാലിയായത് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. 13 ഇനങ്ങൾ സബ്സിഡിയായി നൽകുമെന്നായിരുന്നു സപ്ലൈകോ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിന് പുറമെ നോൺ സബ്സിഡി സാധനങ്ങൾ 5% മുതൽ 30% വരെ വിലക്കുറവിൽ ലഭ്യമാകുമെന്നും അറിയിച്ചിരുന്നു. ഇതിനായി സർക്കാർ 1.34 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സബ്സിഡി സാധനങ്ങളായി ചെറുപയറും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നിലവിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലുമൊക്കെ വിൽപ്പന വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അരി അടക്കമുള്ള സബ്സിഡി സാധനങ്ങൾ ഇല്ലാതായതോടെ ആളുകൾ മാവേലി സ്റ്റോറിലും മറ്റുമെത്തി വെറും കൈയോടെ മടങ്ങുകയാണ്. പൊതുവിപണിയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്തിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. വിവിധ ഇനം അരിയും പയറുവർഗ്ഗങ്ങളും മുളകും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒക്കെ സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നത് സാധാരണക്കാരുടെ അടുക്കള ബജറ്റ് താളം തെറ്റാതിരിക്കാൻ സഹായിച്ചിരുന്നു. എന്നാൽ ഇവയിൽ പലതും ഇപ്പോൾ മാവേലി സ്റ്റോറുകളിൽ നിന്നും മറ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ്. സബ്സിഡി സാധനങ്ങൾ ഒന്നുപോലും ലഭിക്കാത്ത ഔട്ട്ലെറ്റുകളും ഉണ്ടത്രേ. ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ എത്താത്തതാണ് ഇതിന് പ്രധാന കാരണം. കടലയും വെളിച്ചെണ്ണയും മാത്രമാണ് ചില മാവേലി സ്റ്റോറുകളിൽ ഉള്ളതെന്നാണ് വിവരം. പഞ്ചസാര വിതരണം നിലച്ചിട്ട് മാസങ്ങളായെന്നും വാർത്തകൾ വരുന്നു. ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ജനജീവിതം ദുസ്സഹമാകുന്നതിന്റെ നേർക്കാഴ്ചകൾ നിരവധിയാണ്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണെന്ന് സർക്കാരിന് തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു. ശമ്പളവും ക്ഷേമ പെൻഷനും മുടങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എടുക്കാനില്ലാത്തതിനാൽ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണം പോലും മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. സർക്കാർ ആശുപത്രികളിൽ പല മരുന്നുകളും കിട്ടാനില്ലാതെ രോഗികൾ വലയുന്നു. കടം കയറി മുടിയുന്ന അവസ്ഥയായിരുന്നിട്ടും കൂടുതൽ കടമെടുത്ത് ധൂർത്ത് നടത്താൻ അനുവദിക്കാത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി KN ബാലഗോപാലും കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നേടാതെ കേന്ദ്രം അർഹമായ വിഹിതം നൽകുന്നില്ലെന്ന തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ പച്ചനുടകൾ പ്രചരിപ്പിച്ച് കേന്ദ്രവിരോധം കുത്തിപ്പൊക്കി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നത്. കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായങ്ങളിൽ ഒന്നുപോലും കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടില്ലെന്നും ചില സഹായങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നും താല്പര്യക്കുറവ് കൊണ്ടാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരമുട്ടിപ്പോയ മുഖ്യമന്ത്രിയും കൂട്ടാളികളും പിന്നെയും കള്ളപ്രചാരണത്തിന് പിന്നിൽ ഒളിക്കുകയാണ്. എന്നിട്ടും ശരാശരി മലയാളികളുടെ ജീവിതം ഇങ്ങനെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും കൂട്ടാക്കാതെ നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ച പുകമറ സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. നവകേരള സദസ് എന്ന പ്രഹസനം എങ്ങനെയാണ് സാധനങ്ങളുടെ വില കുറയുന്നത് എന്നൊരു ചോദ്യത്തിന് എന്തു മറുപടിയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകാനുള്ളത്? ഇനി വിലക്കയറ്റം ഉണ്ടാവില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നവരാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ യാതൊന്നും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി ഭരണത്തിന് ഒരിക്കലും നേരെയാക്കാൻ കഴിയാത്ത വിധം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. ഇതിന് തെളിവാണ് സപ്ലൈകോ പ്രതിസന്ധിയും. ഈ ദുർഭരണത്തിന് അറുതി വരുത്തിയല്ലാതെ ഇതിനൊന്നും മാറ്റം വരാൻ പോകുന്നില്ല.